തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് വൻ വിജയം ലഭിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലാണ് UDFന് അപ്രതീക്ഷിത വിജയമുണ്ടായിരിക്കുന്നത്. 83 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UDFിൻ്റെ KH സുധീർ ഖാൻ വിജയം നേടിയത്. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് 20 സീറ്റായി. നമുക്കറിയാം, BJPക്ക് ഒരു സീറ്റുണ്ടെങ്കിൽ ആരുടെയും സഹായമില്ലാതെ കോർപ്പറേഷൻ ഭരിക്കാമായിരുന്നു. അതിനുവേണ്ടി അവർ പഠിച്ച പണി 18 നോക്കിയിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വിഴിഞ്ഞം വാർഡിലെ വിജയം ഉറപ്പാക്കിക്കൊണ്ട് സ്വന്തം നിലയിൽ കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാമെന്ന BJPയുടെ ആ പ്രതീക്ഷകൾക്കാണ് വലിയ തിരിച്ചടിയേറ്റത്. ഒപ്പം സീറ്റ് നിലനിർത്താൻ ഉറച്ചു മത്സരത്തിനിറങ്ങിയ LDFന് ഏറ്റ പരാജയം അതിനേക്കാളും വലിയ തിരിച്ചടിയാണ്. കയ്യിലുള്ള ഓരോ സീറ്റുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന CPMനെയും LDFനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് വിഴിഞ്ഞം വാർഡ് UDF അങ്ങനെ തിരിച്ചു പിടിക്കുന്നത്. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFൻ്റെ കക്ഷിനില 20ആയി ഉയർന്നു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ തവണ 10 സീറ്റിൽ താഴെയുണ്ടായിരുന്നത് പിന്നീട് വാർഡ് പുനർനിർണയത്തിൻ്റെ അതോടുകൂടി 7 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുകയും ചെയ്തിരുന്നു. അതാണിപ്പോൾ 20ആയി വർദ്ധിച്ചിരിക്കുന്നത്. 2015 കോൺഗ്രസിൽ നിന്ന് LDF വിഴിഞ്ഞം സീറ്റ് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് UDF വീണ്ടും വിജയിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയൊരു സൂചനയാണ് നൽകുന്നത്. ഇന്നലെയാണ് വിഴിഞ്ഞം വാർഡിൽ വോട്ടെടുപ്പ് നടന്നത്. BJPക്ക് ഭരണം ലഭിച്ചിട്ടും അവരെ പിന്തുണക്കാൻ തീരദേശ മേഖലയിലെ ജനങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചത്, അതുപോലെ സിറ്റിംഗ് സീറ്റിൽ നിന്നും LDFനെ കെട്ടുകെട്ടിച്ചതുമെല്ലാം UDFൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് സംസ്ഥാനത്ത് കാണുന്നത്. നിലവിൽ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടെ 51 സീറ്റുകളുമായി ഭരണം നടത്തുന്ന BJP വിഴിഞ്ഞത്ത് ഈ സീറ്റ് വിജയിച്ചിരുന്നുവെങ്കിൽ സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷത്തിൽ എത്താമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും അവിടെ കാഴ്ചവെച്ചു. എന്നാൽ അതുണ്ടായില്ല. 2015 LDFൻ്റെ കൈകളിലേക്ക് പോയ വാർഡ് ഇപ്പോൾ വീണ്ടും UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്ത് LDFന് അങ്ങനെ തിരിച്ചടി തുടരുകയാണ്. INTUC നേതാവും ഹാർബർ വാർഡിലെ മുൻ കൗൺസിലറുമായിരുന്നു ഇപ്പോൾ വിഴിഞ്ഞത്ത് വിജയിച്ച UDF സ്ഥാനാർത്ഥി സുധീർ ഖാൻ. 9 സ്ഥാനാർത്ഥികളാണ് വിഴിഞ്ഞത്ത് ജനവിധി തേടിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. വോട്ടെടുപ്പിൻ്റെ തലേ ദിവസമായിരുന്നു ആ മരണം എന്നുള്ളതും ആ നാടിനെ നടുക്കി. 66.9% വിഴിഞ്ഞത്തെ പോളിംഗ്. 13,305 വോട്ടർമാരുള്ള വാർഡിൽ 8,912 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ വിഴിഞ്ഞം അങ്ങനെ UDFനൊപ്പം നിന്നു. തലസ്ഥാന നഗരത്തിൽ കാണുന്ന ഈ വലിയ മാറ്റം കേരളത്തിലെ ഭരണമാറ്റത്തിൻ്റെ സൂചന എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്.